السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه وسن بسنته إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഐഹിക ജീവിതവും ഈ ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളുമെല്ലാം വലിയ പ്രതീക്ഷകളോടെ നമ്മൾ നട്ടു നനയ്ക്കുന്നതാണെങ്കിലും അവയെല്ലാം താൽക്കാലികമാണ്. യഥാർത്ഥത്തിൽ നാം ആ നിലയ്ക്കുള്ള ഒരു വില മാത്രമേ ദുനിയവിയായ ജീവിതത്തിലും ഇവിടെയുള്ളതായ വിഭവങ്ങൾക്കും നൽകാൻ പാടുള്ളൂ. നമ്മളുടെ ധനവും നമ്മളുടെ സന്താനങ്ങളും ഇതെല്ലാം പ്രപഞ്ചരക്ഷിതാവായ കാരുണ്യവാനായ അള്ളാഹു നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. അതെല്ലാം നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം. അങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഗുണത്തെക്കാളേറെ നമ്മൾക്ക് ദോഷമാണ് ഉണ്ടായിത്തീരുക. സൽക്കർമ്മങ്ങളായി ഈ ലോകത്ത് വെച്ച് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിന് മാത്രമേ ജീവിതത്തിൽ നമ്മൾക്ക് നിലനിൽപ്പും യഥാർത്ഥമായ ഫലവും നമ്മൾക്ക് നേടിത്തരാൻ കഴിയുകയുള്ളൂ. ഈ യാഥാർത്ഥ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ വചനങ്ങളിലൂടെ നമ്മൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം, ഈ ദുനിയാവിൽ കാണുന്നത് ഹൃദയാകർഷകമായ ഭൗതികമായ പല വിഭവങ്ങളുമുണ്ട്. എന്നാൽ അവയെല്ലാം വേണ്ടതുപോലെ നാം പരിശോധിച്ചാൽ ഇവയൊന്നും നമ്മളുടെ ജീവിതത്തിന് ഒരു നിലയിലുമുള്ളതായ പ്രയോജനം ചെയ്യാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിത്തീരാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായിത്തീരുകയും ചെയ്യും. അത് മാത്രവുമല്ല, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിർണയിക്കപ്പെട്ട ഒരു സമയമുണ്ടല്ലോ, ആ നിമിഷവും നേരവും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കാർക്കും ഇവിടെ ശേഷിപ്പില്ലല്ലോ. അതെപ്പോഴാണ് ആ സമയം വരിക, എങ്ങനെയാണ് ആ സമയം വരിക, ഇതാകട്ടെ നമ്മൾക്ക് ആർക്കും അറിയുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തെ മനോഹരമായ നിലയിൽ വിവരിച്ചു തരുന്ന വിശുദ്ധമായ ഖുർആനിലെ 57-ാം അധ്യായത്തിലെ 20-ാമത്തെ വചനമുണ്ട്. മനോഹരമാണ് അല്ലാഹു ഈ പറഞ്ഞ ആയത്തിലെ ഉപമ. അല്ലാഹു പറയുകയാണ്, യഅലമു അന്നമൽ ഹയാത്തു ദുനിയ ലഇബും വലഹുവും വസീന وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം അറിയണം. ഈ ദുനിയാവിലെ ജീവിതം, ഐഹികമായ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ കളിയും വിനോദവും അലങ്കാരവും, നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും അതുപോലെ തന്നെ സ്വത്തുക്കളിലും സന്താനങ്ങളിലുമൊക്കെ പെരുപ്പം കാണിക്കലും മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു മഴ പോലെയാണ്. അതുമൂലമുണ്ടാകുന്ന ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തുന്നു. എന്നാലോ പിന്നീട് ആ ചെടികൾക്ക് ഉണക്കം ബാധിക്കുകയാണ്. പിന്നീട് ആ ചെടികൾക്ക് മഞ്ഞ നിറം പൂണ്ടതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. പിന്നീടോ അവ വൈക്കോൽ തുരുമ്പായി തീരുന്നു. അതേ സഹോദരങ്ങളെ, ഈ ജീവിതം എത്രത്തോളം നമ്മൾക്ക് തന്നാലും കാലം പിന്നിടുന്നതോടെ നമ്മളുടെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാം നമ്മളുടെ കൈകളിൽ നിന്ന് നഷ്ടമായി പോവുകയാണ്. ഒന്നും നിലനിൽക്കുന്നില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയെ ഒരു മഴയോട് ഉപമിച്ചുകൊണ്ട് അതിൽ മുളച്ചു പൊന്തുന്ന സസ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾക്ക് വളരെ കൃത്യമായ നിലയിൽ മനസ്സിലാക്കി തരികയാണ്. എന്നാൽ സഹോദരങ്ങളെ, പരലോകത്തോ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിൻ്റെതായ പ്രയോജനങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടി വരും. ദുർവൃത്തി ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ശിക്ഷയും, നന്മ പ്രവർത്തിച്ചവർക്ക് പ്രപഞ്ചരക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവും അവനിൽ നിന്നുള്ളതായ പ്രീതിയും ഉണ്ടാകും. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഈ ദുനിയവിയായ ജീവിതം വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. അതേ സഹോദരങ്ങളെ, ഐഹിക ജീവിതത്തിന്റെ ആകത്തുകയും അതിൻ്റെ യഥാർത്ഥ നിലപാടും അല്ലാഹു ഈ വചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്.
ഭൗതിക ജീവിതത്തിന്റെ പ്രാധാന്യം ബാഹ്യമായ നമ്മളുടെ ദൃഷ്ടിയിൽ എന്തു തന്നെയായിരുന്നാലും യഥാർത്ഥത്തിൽ അതൊക്കെ നശ്വരവും ക്ഷണികവുമാണല്ലോ. പിന്നീടുള്ളതോ ശാശ്വതമായ പരലോക ജീവിതവുമാണ്. അവിടെയാണെങ്കിൽ ഒന്നുകിൽ കഠിനമായ ശിക്ഷ, അല്ലെങ്കിൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള പാപമോചനവും പ്രീതിയും. അഥവാ ഐഹിക ജീവിതം വഞ്ചിതരായവർക്ക് കഠിന ശിക്ഷയും അതിൽ വഞ്ചിതരാകാതെ രക്ഷപ്പെട്ടവർക്ക് പാപമോചനവും പ്രീതിയുമായിരിക്കും ഉണ്ടാവുക. അല്ലാഹു തആല പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. ജനങ്ങളെ, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും, അതൊന്നും നിലനിൽക്കുകയില്ല. എന്നാലോ വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിങ്കൽ ഉള്ളതാകട്ടെ അത് എന്നെന്നും അവശേഷിക്കുന്നതാണ്. അതെ, ഭൗതിക വിഭവങ്ങൾ പരലോകത്തെ അപേക്ഷിച്ചുകൊണ്ട് വളരെ ലളിതവും തുച്ഛവുമായതാണ്. ഖുൽ മത്താഉ ദുനിയ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖ. പറയുക നബിയെ, ഇഹലോകത്തെ സുഖാനുഭവം വളരെ ലളിതമല്ലേ, വളരെ തുച്ഛമായതല്ലേ? പരലോകമാകട്ടെ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ആ പരലോകമാണ്. ഇഹലോകത്തെ വിഭവ സമൃദ്ധി കണ്ട് അന്താളിക്കുന്ന ആളുകൾ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളോട് ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബും വലഹു വഇൻ തുഅ്മിനു വതത്തഖൂ യുഅ്തികും ഉജൂറകും വലാ യസ്അലുകും അംവാലകും. ഐഹിക ജീവിതം കുറെ കളിയും വിനോദവും തമാശയും ഇതൊക്കെ തന്നെയല്ലേ? നിങ്ങൾ വിശ്വസിക്കുകയും യഥാർത്ഥമായ സൂക്ഷ്മതയോടെ നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. നിങ്ങളോട് അല്ലാഹു തആല നിങ്ങളുടെ സ്വത്തുക്കൾ അവൻ ചോദിക്കുകയുമില്ല. നമ്മളോട് അല്ലാഹു തആല ഭൗതികമായ ജീവിതത്തിലെ വിഭവങ്ങളൊന്നും പടച്ചവൻ ചോദിക്കുന്നില്ല. മറിച്ച് നമ്മൾക്ക് ഈ ജീവിതം എന്തിനാണ് പടച്ച റബ്ബ് നൽകിയത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിലയിൽ നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമ്മൾ ഈ ദുനിയാവിലെ ജീവിതം കണ്ടുകൊണ്ട് വഞ്ചിതരായി തീരാതെ പരലോകമെന്ന യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിൽ വരാൻ പോകുന്നുണ്ട് എന്ന തിരിച്ചറിവോടെ നന്മയുമായി മുന്നേറാനുമാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.